ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോ അദ്ദേഹത്തിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത് ഒരു വലിയ വാട്സപ്പിലൊക്കെ വരുന്ന ലോങ് ആയിട്ടുള്ള ടെക്സ്റ്റ് മെസ്സേജുകൾ നമുക്ക് എങ്ങനെ ഒരു MP3 സോങ് കേട്ട് ആസ്വദിക്കുന്ന പോലെ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൽ കേട്ട് ആസ്വദിക്കാം എന്നാണ്. ഇത് കാഴ്ചക്കുറവുള്ളവർക്കും അതുപോലെ തന്നെ സാധാരണക്കാർക്കും തിരക്കൊക്കെ ഉള്ളവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ്. കാരണം സമയമില്ലാതെ അവർ ടെക്സ്റ്റ് മെസ്സേജൊക്കെ വലിയ വലിയ മെസ്സേജുകൾ വായിക്കാൻ സാധിക്കാതെ പോകുമ്പോൾ ഈ ആപ്ലിക്കേഷനിൽ പേസ്റ്റ് ചെയ്താൽ ഇത് നമുക്ക് പാട്ട് കേൾക്കുന്ന പോലെ കേൾക്കാൻ സാധിക്കുന്നതാണ് ഈ ആപ്ലിക്കേഷൻ വഴി. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ് വായിക്കുകയും ചെയ്യാം. ഇത് ഇങ്ങനെ നമ്മുടെ സമയം പോകത്തുമില്ല, നമ്മുടെ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. അതൊക്കെ ആപ്ലിക്കേഷൻ പരിചയപ്പെടാം. അതിന് മുമ്പ് ഈ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇതാണ് ആപ്ലിക്കേഷൻ @voice എന്ന് പറയുന്നത്. ഇത് പ്ലേ സ്റ്റോറിലുണ്ട്. ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയ്ക്ക് താഴെ കൊടുക്കുന്നതാണ്. പിന്നെ പ്ലേ സ്റ്റോറിൽ നമ്മൾ സെർച്ച് ബാറിനോട് @എന്നടിച്ചാൽ ഈ ആപ്ലിക്കേഷൻ നമുക്ക് ലഭിക്കുന്നതാണ്. ഫസ്റ്റ് ഈ ആപ്ലിക്കേഷനായിരിക്കും കാണിക്കുന്നത്. എന്ന് വെച്ചാൽ എന്നുള്ള സിമ്പിൾ അടിക്കണം. ഓക്കെ, നമുക്ക് അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കാം. @voice. Allow @voice allowed reader to access photos, media and files on your device. നമ്മുടെ ഫോട്ടോസൊക്കെ ഇത് നമ്മുടെ സ്റ്റോറേജ് ആക്സസ് ചെയ്തോട്ടെന്നാണ് ചോദിക്കുന്നത്. അലോ കൊടുക്കുക. Allow but @voice. Loading @voice. Google Australia NAU language. ലാംഗ്വേജ് ഒക്കെ ഓട്ടോമാറ്റിക് സെറ്റ് ആകുന്നതാണ്, കുഴപ്പമില്ല. നമുക്ക് ഇവിടെ ഒരു ബോക്സ് വരും. To open an ebook, PDF, text or other document file, press the open button above. ഇതൊക്കെ ഇതിനകത്ത് വായിക്കാൻ സാധിക്കുന്നതാണ്, ഈ ബുക്ക് PDF ഒക്കെ. നമുക്കപ്പം റൈറ്റിലോട്ട് സ്വൈപ്പ് ചെയ്യാം. Touch to continue tutorial. Not ticked. Don't show this again. Tick box. അത് ടിക്ക് ചെയ്യുക. Ticked. വീണ്ടും റൈറ്റിലോട്ട് സ്വൈപ്പ് ചെയ്യുക. Okay button. ഓക്കെ കൊടുക്കുക. @voice. Reading list button. ഇവിടെ മേളിൽ കുറേ ടാബുകൾ കൊടുത്തിട്ടുണ്ട്. അത് ഫസ്റ്റ് ടാബ് റീഡിംഗ് ലിസ്റ്റ്, അതായത് നമ്മളിവിടെ പേസ്റ്റ് ചെയ്യുന്ന എന്താണോ അതിവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. സെർച്ച്, നമ്മൾ നേരത്തെ പേസ്റ്റ് ചെയ്ത ഡോക്യുമെൻറ്റ്സോ അത് ടെക്സ്റ്റുകളൊക്കെ നമുക്കിവിടെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. ഓപ്പൺ. Reload or clear. നേരത്തെ റീലോഡ് ചെയ്യാനും ക്ലിയർ ചെയ്യാനൊക്കെയാണ്. ഇപ്പോൾ ഇതിനകത്ത് ഇത് ക്ലിയർ ചെയ്യണമെങ്കിൽ Separate lines, clear contents. ഇവിടെ കിടക്കുന്ന നമ്മൾ നേരത്തെ പേസ്റ്റ് ചെയ്ത് ഇവിടെ റീസെൻ്റ് ആയിട്ട് കിടക്കും. അത് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ Clear contents. ക്ലിയർ കോണ്ടൻസ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. @voice. അതിപ്പോൾ ക്ലിയർ ആയി. Reading list button. വീണ്ടും ആദ്യം തൊട്ടാണ് വരുന്നത്. Search. ഓപ്പൺ. Reload or clear. Reference and bookmark. അത് ബുക്ക് മാർക്ക് ചെയ്യാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് ഉപയോഗിക്കാം. Overflow menu. ഓവർഫ്ലോ മെനു. Navigate back. Showing item. ഇവിടെ നമുക്ക് Navigate save in list. സേവ് ചെയ്ത് വെക്കാം. Page look. അത് നമുക്ക് കളറൊക്കെ മാറ്റാം. അത് ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. Paste text. ടെക്സ്റ്റ് നമ്മൾ എവിടെ നിന്നും കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്താൽ മതി. Edit text. എഡിറ്റ് ടെക്സ്റ്റ്. Bookmarks. ബുക്ക് മാർക്ക്. Sync devices. Record sound file. ഇതിനകത്തെ മെയിൻ ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഇത് നമുക്ക് MP3 പോലെ ഇങ്ങനെ കേൾക്കുകയും ചെയ്യാം. ഇപ്പം നമുക്കൊരു ടെക്സ്റ്റ് മെസ്സേജ് ഇപ്പം റെക്കോർഡ് ചെയ്ത് MP3 ആയിട്ട് നമുക്കിപ്പോൾ വേണമെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ വല്ല സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ നമുക്കിത് MP3 ആയിട്ട് പ്ലേ ചെയ്ത് കേൾക്കുകയൊക്കെ ചെയ്യാം. സെറ്റിങ്സ്, ട്യൂട്ടോറിയൽ, അങ്ങനെ ഓരോ ഓപ്ഷൻസ് ഉണ്ട്. സെറ്റിങ്സ് നോക്കാം. Settings. @voice settings. Show it. Speech settings. Speech start. Speak text copied. Paragraph pause in list. സ്പീച്ച് സെറ്റിങ്സ് എന്താണെന്ന് നോക്കാം. Additional pause at center hint. Enter under above to pause it. Not ticked. Speak text copied to clipboard. Tick box.
Additional pause at paragraph end. MS. Manure. Edit. Space. Not ticked. Speak text copied to clipboard. Tick box. അതൊന്നും ചെയ്യേണ്ട, ബാക്കി At കൊടുക്കുക. voice set. Screen and sleep timer settings. What to show on the screen. Sleep timer in list. അത് നോക്കാം. At voice allow. Ticked. Continue reading and don't exit when the back button pressed. Tick box. Not ticked. Show at voice floating button on top. അവിടെ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട, ഡിഫോൾട്ട് ആയിട്ടുള്ളതൊക്കെ മതി. Language. Default language for TTS. Auto language recognition. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മളിപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഇംഗ്ലീഷ് മാത്രമേ നിങ്ങളുടെ ഫോണിലൊക്കെ നോർമലായിട്ട് വായിക്കുകയുള്ളൂ. അതുപോലെ ഈ സ്പീക്ക് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താൽ നമുക്ക് മലയാളം അതുപോലുള്ള ലാംഗ്വേജുകളൊക്കെ വായിക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ആ ആപ്ലിക്കേഷൻ്റെ ലിങ്കും കൂടെ വീഡിയോയ്ക്ക് താഴെ കൊടുക്കുന്നതാണ്. ഓക്കെ, ഇനി നമുക്കൊരു ടെക്സ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്താൽ ഇതെങ്ങനെ വായിക്കുമെന്ന് നോക്കാം. ഒന്ന് വെയിറ്റ് ചെയ്യുക. നമുക്കിപ്പോൾ ഞാനൊരു വാട്സപ്പിൽ ടെക്സ്റ്റ് എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ആദ്യം വാട്സപ്പിൽ തന്നെ കേട്ട് നോക്കാം. നമുക്ക് ഈ ടെക്സ്റ്റ് ഒന്ന് ആ ആപ്ലിക്കേഷനകത്ത് പേസ്റ്റ് ചെയ്ത് നോക്കാം. ലോങ് പ്രസ് ചെയ്യുന്നു. കോപ്പി. ഹോം അടിക്കുന്നു ഞാൻ. ആപ്ലിക്കേഷൻ Dolby Atmos. Home. App. Video. At voice. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു. ഇനി ഏറ്റവും മുകളിൽ വലതുവശത്തായിട്ടുള്ള ഓവർഫ്ലോ മെനു ഞെക്കുക. Navigate. Page look in list showing items. Paste text. ഇവിടെ മൂന്നാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള പേസ്റ്റ് ടെക്സ്റ്റ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. At voice loading. At voice. At voice. E-speak. Play/pause button. ഇപ്പോൾ ഇവിടെ ഇത് പേസ്റ്റ് ആയിട്ടുണ്ട്. ഓട്ടോമാറ്റിക് റീഡ് ചെയ്യാൻ തുടങ്ങും. നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. അതിന് ടോക്ക് ബാക്ക് അല്ല പ്ലേ ചെയ്തിട്ട് സസ്പെൻഡ് ചെയ്യാം. പ്ലേ കൊടുക്കുന്നു. ഏറ്റവും താഴെ സെൻട്രലായിട്ട് പ്ലേ ഉണ്ട്. പ്ലേ കൊടുക്കുക. ടോക്ക് ബാക്ക് സസ്പെൻഡ് ചെയ്തു. ഇതാ നമുക്കിങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുവാനും അതുപോലെ ഫോൺ സ്ക്രീൻ ഓഫ് ചെയ്ത് വെച്ചാലും കേൾക്കാൻ സാധിക്കും. എൻ്റെ റെക്കോർഡിങ് സ്റ്റോപ്പ് ആകുന്നതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യാത്തത്. അതുപോലെ തന്നെ ടോക്ക് ബാക്ക് ഒന്ന് റിസ്യൂം ചെയ്തോട്ട്. ഇവിടെ നമുക്ക് ഏറ്റവും താഴെ ഏറ്റവും അടുത്ത വശത്തെ റിപ്പീറ്റ് ചെയ്യാനുള്ളതാണ്. അത് ഓഫായിട്ട് കിടക്കുവാണ്. അവിടുന്ന് വലത്തോട്ട് സ്വൈപ്പ് ചെയ്യുക. പ്രീവിയസ് പ്ലേയും പോസ് ചെയ്യാനുള്ള ബട്ടൺ. നെക്സ്റ്റ്. ഇവിടെ ഇത് നമുക്ക് ഇതിനകത്ത് ഒരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ്. അവിടെ ഡബിൾ ടാപ്പ് ചെയ്യുക. ഷോ ഹൈഡ് സെറ്റപ്പ് എന്നുള്ളത്. അപ്പോൾ ഇത് എക്സ്പാൻഡ് ആയിട്ട് വരും. അതിന് താഴെ ചേഞ്ച് വോയിസ് ഓർ ലാംഗ്വേജ് എന്നുണ്ട്. അത് നമുക്ക് ലാംഗ്വേജ് അതൊക്കെ മാറ്റാനാണ്. അതൊന്നും ചെയ്യണ്ട, ഓട്ടോമാറ്റിക് വന്നോളും. About. ഇത് നമുക്ക് സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനുമാണ്. ഇത് നമ്മുടെ സ്പീച്ച് എഞ്ചിൻ്റെ. നിങ്ങൾക്ക് ചെറിയ സ്പീഡ് കേൾക്കണമെങ്കിൽ കേൾക്കാം, സ്പീഡ് കുറച്ച് കേൾക്കണമെങ്കിൽ കേൾക്കാം. അങ്ങനെ ഇത് പിച്ച് കൂട്ടാനും കുറയ്ക്കാനുമാണ്. അതും നിങ്ങൾക്ക് കൂട്ടണോ കുറയ്ക്കണോ നിങ്ങളുടെ ഇഷ്ടം. ഞാൻ ഒന്ന് ചെയ്യുന്നില്ല. വോളിയം കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. ഇതും അതുപോലെ തന്നെ. ഇത്രയുള്ള ആപ്ലിക്കേഷൻ. ഓക്കെ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ ആപ്ലിക്കേഷൻ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഷെയർ ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് ലൈക്ക് ചെയ്യുക. ഓക്കെ.